കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. അക്കാലത്തൊരു സാബത്തിൽ യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അവർ അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവിടെ ഒരു മഹാധര രോഗി ഉണ്ടായിരുന്നു. യേശു നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? അവർ നിശബ്ദരായിരുന്നു. യേശു അവനെ അടുത്ത് വിളിച്ചു സുഖപ്പെടുത്തി അയച്ചു. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൻ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട്? മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. ഈശ്വരത്തിന് സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന വായനകളിൽ ഈശോ ഒരു പ്രയാണത്തിലാണ്, അല്ലെങ്കിൽ ഒരു യാത്രയിലാണ്. ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ ഒരു പക്ഷേ ദൈവശാസ്ത്രപരമായിട്ട് ഇരുഭാഗം പരിശോധിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രേക്ഷിത ദൗത്യമായ ഒരു കുരിശ്, അല്ലെങ്കിൽ ആ ഒരു സഹനങ്ങളിലൂടെ ലോകരക്ഷയ്ക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വജീവൻ നൽകുക എന്നുള്ള ബോധത്തിൽ തമ്പുരാനായിരിക്കുന്ന നിമിഷങ്ങളിലാണ് നമ്മുടെ വായനകൾ വായിച്ചു കേൾക്കുക. അതുകൊണ്ട് തന്നെ ഇരുകുരിശിലേക്കുള്ള തൻ്റെ പ്രയാണത്തിൽ ഓരോ വേദനയിലും സഹനത്തിലും മറ്റുള്ളവർക്ക് സ്വർഗരാജ്യത്തെ പറ്റിയിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ, മൂല്യങ്ങൾ അവർക്ക് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുക തമ്പുരാൻ വളരെ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ വായിച്ചു കേൾക്കുന്ന ഓരോ വായനകളും ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുങ്ങിയ വാതിലിനെ പറ്റി പറയുമ്പോഴും, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴും തമ്പുരാൻ ഊന്നൽ കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ പലപ്പോഴും വ്യക്തിപരമായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വയമേ നമ്മൾ കാംക്ഷിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ സ്വായത്തമാക്കേണ്ടതായിട്ടുള്ള കുറേ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിലൊന്നാണ് എളിമ എന്നൊരു പുണ്യം. സ്നേഹമുള്ളവരെ, ഈ ഒരു ഭാഗത്തിൽ ഒരു ഫരിസേയ പ്രമുഖൻ്റെ വീട്ടിലേക്ക് തമ്പുരാൻ വിരുന്നിനെ കടന്നു വരുമ്പോൾ തമ്പുരാൻ അറിയാമായിരുന്നു അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം. കാരണം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ദിവസം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെന്ന് പലപ്പോഴും സമൂഹം അംഗീകരിച്ച ഇസ്രായേൽ ജനത അവരുടെ ജീവിതത്തിൽ ദൈവത്തിനായിട്ട് ഒരു ദിവസം കൊടുക്കണം എന്നുള്ള കാര്യത്തോടുകൂടിയാണ് സാബത്ത് ആചരണം അവരുടെ ഇടയിൽ കടന്നു വരിക. അത് പക്ഷേ മുന്നോട്ട് പോകുന്നോറും നിയമങ്ങളും അല്ലെങ്കിൽ അവരുടേതായുള്ള പല അനുഷ്ഠാനങ്ങളും ഒളിച്ചേർന്നത് കൊണ്ട് ആ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം പതിയെ അവരിടയിൽ നിന്ന് കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാബത്തിൻ്റെ പ്രമുഖതയെപ്പറ്റി, അല്ലെങ്കിൽ പ്രാധാന്യത്തെപ്പറ്റി തമ്പുരാൻ അവരോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നതിനപ്പുറത്തോട്ട് അത് പലപ്പോഴും ഒരു കടന്നുപോകലായും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ട് പലപ്പോഴും അത് നിയമങ്ങൾ കൊണ്ട് അവർ കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും തമ്പുരാൻ ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഒരിക്കൽ പോലും അതിൽ ഒരു ദൈവികത കാണുന്നതിനപ്പുറത്തോട്ട് കടന്നു വരുന്ന ഓരോ മനുഷ്യരും ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഇവരിൽ എന്ത് തെറ്റ് കാണാം എന്നുള്ള കാര്യമാണ്. കാരണം തമ്പുരാനായിരിക്കുന്ന ഒരു പാതയെപ്പറ്റി, യാത്രയെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. അവൻ ജെറുസലേമിലേക്കുള്ള യാത്രയിലായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ആത്മീയ യാത്രയും ഈ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു പക്ഷേ ചുറ്റുമുള്ള ഓരോ ആൾക്കാരും ഒഴിവാക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും വെല്ലുവിളികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുമ്പോഴും എപ്പോഴും തിരിച്ചറിയുന്ന ഒരു കാര്യം, ഈ വേദനയിലും സഹനങ്ങളിലും, അല്ലെങ്കിൽ ചുറ്റുമുള്ള ഓരോ ആൾക്കാരും ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റം ആരോപിക്കുമ്പോഴും എപ്പോഴും തിരിച്ചറിയേണ്ടത് ഞാൻ ദൈവത്തോടുകൂടെ തന്നെയാണോ എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കാം. കാരണം അന്ന് ഈ തമ്പുരാൻ ജെറുസലേം പാതയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു യാത്രാമധ്യേ കടന്നു പോകുമ്പോൾ ഓരോ പ്രാവശ്യവും തിരിച്ചറിഞ്ഞത് തന്നെ ചുറ്റുമുള്ള ഓരോരുത്തർക്കും ഒരു ദൈവികത, അല്ലെങ്കിൽ ദൈവാംശം തന്നെ ജീവിതത്തിൽ നിന്ന് ലഭിക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു വിശുദ്ധമായ വെടിവാശിയിൽ പലപ്പോഴും ഓരോ മൂല്യങ്ങളും അവർക്ക് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുമ്പോഴും വ്യക്തിപരമായ രീതിയിൽ നിങ്ങളുടെ ഓരോ ജീവിതവും സ്വർഗത്തിലേക്ക് ഉയർത്തണം എന്നുള്ള കാര്യം തമ്പുരാൻ വളരെ ഭംഗിയായിട്ട് അവരോട് പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇടുങ്ങിയ വാതിലിലൂടെ നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുക എന്നുള്ള കാര്യം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗ്രാമാതിർത്തിയും അല്ലെങ്കിൽ ഓരോ നഗരാധ്യാർത്ഥിയും പലപ്പോഴും
ഒരു അതിർത്തി വരമ്പിൽ ചുറ്റിപ്പെട്ട് അല്ലെങ്കിൽ ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പലപ്പോഴും പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോട്ടവാതിലിന് ഒരു പ്രധാന വാതിലുണ്ടാവും. പക്ഷേ ആ ഒരു വാതിലിലൂടെ പലപ്പോഴും സഞ്ചാരയോഗ്യമായിട്ട് ഒരു അനുവദനീയമായിട്ട് പലവർക്കും കൊടുത്തുകൊണ്ടിരുന്നത് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും അല്ലെങ്കിൽ കച്ചവട പ്രമുഖന്മാർക്കും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ എപ്പോഴും സഞ്ചാരയോഗ്യമായിട്ടുള്ളത് ഈ കോട്ടയുടെ ഒരു ഇടുങ്ങിയ വാതിലാണ്, അല്ലെങ്കിൽ ഒരു കിളിവാതിൽ പോലെയുള്ളൊരു വാതിൽ. പക്ഷേ അതിലൂടെ പലപ്പോഴും കടക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. കാരണം ഒരു ചെറിയ വാതിലായത് കൊണ്ട് തന്നെ ശരീരം പലപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ ദൃഢതയോടുകൂടി നമ്മൾ പലപ്പോഴും ആയിരുന്നില്ലെങ്കിൽ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കുകയോ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് ഈ ദിവസങ്ങളിൽ പറയുന്ന ഓരോ കാര്യങ്ങളിലും അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെന്ന് തമ്പുരാൻ നമ്മളോട് നിഷ്കർഷിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, വ്യക്തിപരമായിട്ട് ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഒരുങ്ങേണ്ടതുണ്ട്. സ്വർഗരാജ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടും ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കുറേ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിലൊന്നാണ് ദൈവത്തിന് വേണ്ടി ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കുക. പലപ്പോഴും നമ്മൾ സ്നേഹമുള്ളവർ തിരിച്ചറിയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സാബത്താണെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തിൻ്റെയും 1 മണിക്കൂറെങ്കിലും തമ്പുരാന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ഏത് സമയമെന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സമയം പലപ്പോഴും മാറ്റിവെക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പതിവ്. പക്ഷേ അതിലുപരി എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യത്തിന്, ആ ഒരു കരുതലിന് പ്രാധാന്യം അർഹിച്ചുകൊണ്ട്, പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം തമ്പുരാന് വേണ്ടി മാറ്റി കൊടുത്തുകൂടാ. കാരണം നമ്മുടെ പ്രാർത്ഥനകളും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോൾ ദൈവമായിട്ട് പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ദൈവമായിട്ട് പലപ്പോഴും നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ തിരക്കുകളും ബഹളങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള എല്ലാ യാമങ്ങളും തീർന്നു കഴിഞ്ഞ ഒരു നിമിഷത്തിൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനാണ് പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുക. പക്ഷേ അതിനൊരു ഫലമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ അലസമായിട്ട് പലപ്പോഴും ആ ഒരു നിമിഷത്തിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, സ്വർഗരാജ്യത്തിൻ്റെ ഒരു മൂല്യമാണ് അവിടുത്തെ കൂടെ ആയിരിക്കുക എന്നുള്ള കാര്യം. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹത്തിലും അവിടുത്തെ യോഗ്യതയിലും അവൻ്റെ കൂടെ ഓരോ നിമിഷവും ആയിരിക്കുക. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ മണിക്കൂറുകളിൽ അവൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയം ഏതാണെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കാം. ഏറ്റവും നല്ലൊരു സമയമാണോ, അതോ നമ്മുടെ തിരക്കുകളും ബഹളങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു നിമിഷം തമ്പുരാന് വേണ്ടി ഒരു മാറ്റൊലി പോലെ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് നമുക്ക് ഓർക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.